ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ചാനലിലെ 7ാമത്തെ വീഡിയോ ആണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. അവധിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. പിന്നെ മോൻ ചെറുതാണ്, അപ്പോൾ അവനെയും കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ ഫോണെടുത്ത് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പം അവൻ വരും. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് അവൻ അംഗൻവാടി പോകേണ്ട ദിവസമാണ്. പക്ഷേ അവൻ ഇന്ന് രാവിലെ ഇട്ടേ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടില്ല. അതുകൊണ്ട് അവൻ ഇടയ്ക്ക് വരുമായിരിക്കും, പക്ഷേ ഇച്ചിരി ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം, എൻ്റെ ചാനലിൽ നോക്കിയപ്പം 2 സബ്സ്ക്രൈബേഴ്സ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഞാൻ ഒരാളോട് പോലും ഈ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണോ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ആ 6 വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു. അത് കേട്ട് ആരോ ഒരാൾ ഇഷ്ടം തോന്നി ആ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്നിട്ട് പിന്നെ അന്നേരം തന്നെ എനിക്ക് തോന്നി എനിക്ക് പുതിയൊരു വീഡിയോ ഇടണം. അപ്പോൾ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇതുപോലെ പതുക്കെ ആണെങ്കിലും ഇഷ്ടപ്പെട്ട് ഈ ചാനലിൽ ഒരുപാട് പേര് കാണും, അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയുമെന്നുള്ളൊരു ചിന്ത തോന്നി. അപ്പം തന്നെ അന്നേരം മുതൽ തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഇച്ചിരി സമയം കിട്ടി. അപ്പോൾ ഞാൻ ഫോണെടുത്തു വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. നടൻ ശ്രീനിവാസൻ മരിച്ചു എന്നുള്ളത്. ശരിക്കും നടൻ ശ്രീനിവാസനെ കുറിച്ച് ഓർക്കുമ്പം നമ്മളുടെ എല്ലാം മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപാത്രങ്ങളും കഥകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. ശരിക്കും ഒരു കലാകാരൻ, യഥാർത്ഥ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ശരിക്കും അദ്ദേഹം അഭിനയം മാത്രമല്ല, അദ്ദേഹം സംവിധാനവും അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തിരക്കഥാകൃത്തും ഒക്കെയായി ഒരു അതുല്യ പ്രതിഭയായിരുന്നു നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം എല്ലാവർക്കും ഒരു നഷ്ടമാണ്. നമ്മുടെ കേരളത്തിനൊരു നഷ്ടമാണ്, ഒരു സാംസ്കാരിക മേഖലയിലൊരു നഷ്ടമാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും ഒക്കെ തന്നെ. അപ്പം അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഈ ഒരു വീഡിയോയിലൂടെ സമർപ്പിക്കുന്നു. അദ്ദേഹം ഈ ലോകത്തു നിന്ന് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ ഒരു ടോപ്പിക്ക് എന്ത് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ, ഇനിയിപ്പോൾ എന്തായാലും 2026 ഒരു പുതിയൊരു വർഷമാണ് നമ്മളുടെ മുന്നിലേക്ക് ഇനി വരുന്നത്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഡിസംബർ 20 ഡിസംബർ 20. ഇനി പെട്ടെന്ന് തന്നെ ഇനി ഒരു 10 ദിവസവും കൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത വർഷം, അതായത് 2026 എന്നുള്ള വർഷം. അപ്പോൾ ഈ 2025 എന്നുള്ള വർഷം ഇനി നമുക്കൊരിക്കലും കിട്ടില്ല. ഇനി അടുത്തൊരു വർഷം, പുതിയൊരു വർഷം. എപ്പോഴും നമ്മൾക്ക് പുതിയ കാര്യങ്ങളാണ് കിട്ടുന്നത്. നമുക്ക് പോയ നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് മുതലേ ഞാൻ ന്യൂ ഇയർ ഗോൾസ് ഒക്കെ എഴുതി വെക്കുമായിരുന്നു. അതായത് എല്ലാം ന്യൂ ഇയർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ വിചാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയ 1 മാസം പോലും നിൽക്കത്തില്ല. അങ്ങനെ മാത്രമേ അത് നടക്കത്തുള്ളൂ. പിന്നെ എപ്പോഴും പഴയ പോലെ പിന്നെ അടുത്തൊരു ന്യൂ ഇയർ. അങ്ങനെ നമ്മൾ നന്നാവാനായിട്ട് ഒരു ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചാൽ ഏത് നിമിഷവും നമുക്ക് നന്നാവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മടി എന്നുള്ള കാര്യമാണ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. മെയിൻ പ്രശ്നം അത് മടിയാണ്. ഞാൻ ഈ മടിയുടെ കാരണം എന്താണെന്ന് ഒന്നും കൂടെ ഇങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നത്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നത് ഇഷ്ടമല്ലാതെയാണ് ചെയ്യുന്നത്, ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് മടിയെന്ന് തോന്നും. പക്ഷേ പല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുമില്ല. അതാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ
അതിന് മടിയാണ്, എല്ലാം മാറ്റി വെച്ചിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ, എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, വായിക്കണം, എഴുതണം, അതുപോലെ തന്നെ യാത്രകൾ ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് വായിക്കാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. എനിക്ക് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഇതിനെപ്പറ്റി എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലെന്ന്. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ? മടിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ നമുക്ക് മറ്റൊരാൾ നമ്മളെ മനസ്സിലാക്കത്തുമില്ല. എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, നീ എന്താണ് അത് ചെയ്യാത്തത്, ഇത് ചെയ്യാത്തത് എന്ന് നമ്മളടുത്ത് പറയുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം മടിയാണ്. ഈ മടിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്, മറ്റുള്ളവർ നിർബന്ധിക്കുന്നത് കൊണ്ടോ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളങ്ങ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അത് മനസ്സോടെ അങ്ങ് ചെയ്യും. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം, ഇപ്പം ചിലവർ നമ്മൾ സാഹചര്യമൊക്കെ സൃഷ്ടിക്കണം എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. നമ്മളുടെ ചുറ്റുമുള്ള ഒരു ലോകം നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ അനുവദിക്കത്തില്ല. അവർക്ക് ചിലപ്പോൾ നമ്മളെ മനസ്സിലാവത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മളങ്ങനെ വീർപ്പും മുട്ടി അങ്ങ് കഴിയുകയാണ്. എന്നെ സംബന്ധിച്ച് അത് തന്നെയാണ്. ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചുറ്റും ഭയങ്കര ഒരു മതിൽക്കെട്ട്, വേലികൾ, ഒരു ചങ്ങലകളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങി ഫ്രീ ആയിട്ട് നല്ല സ്വാതന്ത്ര്യത്തോട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 2026 എന്നുള്ള വർഷം അങ്ങനെ ഞാൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാതെ എൻ്റെ ഉള്ളിലുള്ള എന്താണ് അത് എക്സ്പ്രസ് ചെയ്ത് ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണം, യാത്രകളൊക്കെ ചെയ്യണം, കൂടുതൽ വായിക്കണം, വീഡിയോസൊക്കെ ചെയ്യണം. ഇതൊക്കെയുള്ളതാണ് എൻ്റെ ഈ 2026 ആഗ്രഹം എന്നുള്ളത്. എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം, ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് ചെയ്യണം, അഭിനയിക്കാതെ എന്താണോ റിയലായിട്ടുള്ളത് അത് കാര്യങ്ങൾ വീഡിയോയിലൂടെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ 2026 എൻ്റെ ആഗ്രഹം. അപ്പം മടി എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വിധേയപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമയം കണ്ടെത്തും, നമ്മളത് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനൊരു റിവാർഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഒരു 2026 എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പം ചിലപ്പം പറയും നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും ആരോടും പറയരുത്. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ, അതായത് എൻ്റെ ഈ മറ്റേ യൂട്യൂബ് ചാനലിൽ കുറച്ച് നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യണം, അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് അത്ര എഫേർട്ട് ഇടാതെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഇപ്പം ഈ ഒരു ചാനലൊന്ന് റീച്ചായി കുറച്ച് പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു 2026 എൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത്. കഴിയുന്നത്ര വീഡിയോസ് ഒരാഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഒരു വീഡിയോ ചെയ്ത് പരമാവധി വീഡിയോസ് എൻ്റെ ചാനലിൽ ഇടുക, എന്നിട്ട് മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക, ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുക, ഇതൊക്കെയാണ് ശരിക്കും എൻ്റെ ആഗ്രഹം. ആ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യമൊന്നുമല്ല. ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ അവസ്ഥയൊക്കെ ഭയങ്കര പരിതാപകരമായ കാര്യമാണ്. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും മൊബൈലിലൂടെ നമ്മളെപ്പോഴും കാണുന്നു, മറ്റുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുവാണ് എന്തുകൊണ്ട് നമ്മൾ ആ കാണുന്ന കാര്യത്തിൽ നമുക്ക് വിനിയോഗിച്ചുകൂടാ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.